എല്ലാവർക്കും നമസ്കാരം. അതിവിശിഷ്ടമായ ദേവിയുടെ 10 രൂപങ്ങൾ. ദേവിയുടെ 10 രൂപങ്ങളെക്കുറിച്ചറിയാൻ കഴിയുന്നത് തന്നെ അത്യധികം മഹാഭാഗ്യം തന്നെയാകുന്നു. സതീദേവിയുടെ രൂപമാറ്റം കണ്ട് മഹാദേവൻ അത്ഭുതപ്പെട്ടു. സ്വർണവർണ്ണയായ ദുർഗാദേവി എങ്ങനെ ശ്യാമവർണ്ണയായി തീർന്നു? കോമള സ്വരൂപിണിയായ സതീദേവി എങ്ങനെ ഭയങ്കര രൂപമായി മാറി? അതിൻ്റെ കാരണമെന്താണ്? 10 ദിക്കുകളിൽ നിൽക്കുന്ന ഈ 10 ഭഗവതിമാർ ആരാണ്? പരമശിവൻ വീണ്ടും ചോദിച്ചു, നീ ആരാണ്? കാളി പറഞ്ഞാലും. അല്ലയോ ചന്ദ്രശേഖര, 10 മൂർത്തികളായി 10 ദിക്കിൽ നിൽക്കുന്ന ഈ 10 ദേവിമാരും ഞാൻ തന്നെയാണ്. 10 പേരും മഹാവിദ്യകളാകുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി സ്വരൂപിണിയായ മഹാമായയായ ആദിപരാശക്തി ഞാൻ തന്നെയാകുന്നു. എന്നിൽ ലയിച്ചിരിക്കുന്ന ആ 10 രൂപങ്ങളും ഇവരാണ്: കാളിക, താര, ഷോഡരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, സുന്ദരി, ബഹളാഢ്യ, ധൂമവതി, മാതങ്കി എന്നാണ് ഇവരുടെ പേരുകൾ. ദേവി വീണ്ടും അവരെക്കുറിച്ച് ഭഗവാനോട് വിസ്തരിച്ചു പറയുവാൻ തുടങ്ങി. ഭയങ്കരമായ ആകൃതിയോടും കറുത്തിരുണ്ട ശരീരത്തോടും കൂടി അങ്ങയുടെ മുൻഭാഗത്ത് നിൽക്കുന്ന ഇവളുടെ പേരാകുന്നു കാളി. മേൽഭാഗത്ത് ശ്യാമവർണ്ണത്തോടുകൂടി മഹാകാള രൂപിണിയായി നിൽക്കുന്നത് താരാദേവിയാണ്. തല കൂടാതെയും ഭയങ്കരിയായും അങ്ങയുടെ വലതുഭാഗത്ത് നിൽക്കുന്നവൾ ചിന്നമസ്തി. ഭഗവാന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നവളാണ് ഭുവനേശ്വരി എന്ന പേരോടുകൂടിയ മഹാവിദ്യാദേവി. ഇനി പിൻഭാഗത്ത് നിൽക്കുന്നത് ശത്രുനിഷ്ഠൂതനായ ബഹളാദേവി. അഗ്നിക്കോണിൽ കിഴക്ക് തെക്കേ മൂലയിൽ വിധവയുടെ രൂപത്തിൽ നിൽക്കുന്ന ആ ദേവിയുടെ പേരാണ് ധൂമവതി. കന്നിമൂലയിൽ നിൽക്കുന്നത് ത്രിപുരസുന്ദരി. പടിഞ്ഞാറ് വടക്കേ കോണിൽ നിൽക്കുന്നത് മാതങ്കി. ഈശാനകോണായ വടക്ക് കിഴക്കേ കോണിൽ നിൽക്കുന്നവൾ ഷോഡശി. താഴെ അങ്ങയുടെ പാദത്തിൽ കിടക്കുന്ന ഭൈരവി ഞാനാണ്. എൻ്റെ ഈ 10 മൂർത്തികൾക്കും അത്യധികമായ ശ്രേഷ്ഠതയുമുണ്ട്. ഇവരെല്ലാം ഭക്തന്മാർക്ക് സർവാഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുവാൻ ശക്തിയുള്ളവരാണ്. അതുമാത്രമല്ല, ഈ മൂർത്തികൾ മാരണം, ഉച്ചാടനം, മോഹനം, വശ്യം, ദ്രാവണം, വിദ്വേഷണം എന്നിവ ചെയ്യുന്നവരും എല്ലായ്പ്പോഴും സ്വയം പ്രകാശത്തോടു കൂടിയിരിക്കുന്നവരും ആകുന്നു. മഹാദേവൻ വിസ്മയത്തോടുകൂടി ദേവിയോട് പറഞ്ഞു, ആദിപരാശക്തിയും സർവഭൂതങ്ങളിലും വസിക്കുന്നവളും വിദ്യയും പരാശക്തിയും പരമേശ്വരിയും സ്വതന്ത്രയും നിന്തിരുവടി തന്നെ. ഇത് കേട്ട ഉഗ്രസ്വരൂപിണിയായ ജഗദംബികയായ ദേവി പുഞ്ചിരി തൂകി. അമ്മേ നാരായണി, ദേവി നാരായണി, ലക്ഷ്മി നാരായണി, ഭദ്രേ നാരായണി, അവിടത്തേക്ക് എല്ലാവരുടെയും കോടി നമസ്കാരം. ഏവർക്കും ഭാഗ്യയോഗങ്ങളെ പ്രദാനം ചെയ്യുന്ന സർവേശ്വരി ജഗത്സ്വരൂപിണി നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ.